സ്വയം പീഡനം വെറും ടൈം വേസ്റ്റാണ്, ഊർജം കളയലാണ്. താഴ്മപ്പെടുകയാണ് വേണ്ടത്. ശരി. പക്ഷെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അടുത്തൊരു ചിന്ത വരും. ദൈവം ശരിക്കും ക്ഷമിച്ചോ? എന്റെ ദുഃഖം ആത്മാർത്ഥമായിരുന്നോ? ആ ഒരു സംശയം വരും. അതും ഒരു ട്രാപ്പാണ്, സ്വയം പീഡിപ്പിക്കാനുള്ള മറ്റൊരു വഴി. ഫ്രാ ജോസിയ പറയുന്നത് ദൈവത്തിന്റെ ആ അനന്തമായ നന്മയിലും സ്നേഹത്തിലും അങ്ങ് വിശ്വസിക്കാനാണ്. പൂർണ്ണമായിട്ട്. അതെ, വിശുദ്ധ പൗലോസ് പറയുന്നില്ലേ, പാപം കൂടിയയിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന്. അപ്പോ നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ പിന്നെ സംശയിക്കരുത്. ക്ഷമിച്ചോ ഇല്ലയോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു വിഷമിക്കരുത്. പകരം എന്തു ചെയ്യണം? ശാന്തതയോടെ, ഒന്നും സംഭവിക്കാത്ത പോലെ നിങ്ങളുടെ സാധാരണ കാര്യങ്ങൾ ചെയ്യുക. പ്രാർത്ഥന, ജോലികൾ, അങ്ങനെ. ഇത് 1 മിനിറ്റിൽ 100 തവണ വീണാലും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണോ പറയുന്നത്? അതെ, ഒരു ദിവസം 100 തവണ വീണാലും 100 തവണയും ഇത് തന്നെ ചെയ്യണം. ഒരേ വിശ്വാസത്തോടെ, ഒരേ ധൈര്യത്തോടെ. ഓരോ തവണയും. കാരണം അതാണ് നിങ്ങൾ ദൈവത്തിന്റെ അളവില്ലാത്ത മന്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനം. എന്റെ പാപത്തേക്കാൾ വലുതാണ് അവിടുത്തെ കരുണ എന്ന് നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ്.